ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്വീൻ ഓഫ് ടേസ്റ്റി ആൻഡ് ടിപ്സ് എന്ന നമ്മുടെ ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഈസ്റ്റും സോഡാപ്പൊടിയൊന്നും ചേർക്കാതെ നമ്മുടെ പഴയകാല രീതിയിൽ തയ്യാറാക്കുന്ന ഒരു പാലപ്പവും അതിനോടൊപ്പം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു തേങ്ങാപ്പൊടി ചമ്മന്തിയുമാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പാലപ്പം എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഈ ഒരു പാലപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് പച്ചരിയാണ് എടുക്കുന്നത്. ഇത് അധികം പശയില്ലാത്ത പച്ചരി നോക്കി വേണം നമുക്ക് ഈ പാലപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ. ഇനി ഈ പച്ചരി നല്ലതുപോലെ ഒന്ന് കഴുകിയതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചത് കുതിരാനായിട്ട് വെച്ച് കൊടുക്കാം. ഒരു 2-3 മണിക്കൂറെങ്കിലും നമുക്ക് ഈ പച്ചരി നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടണം. ഇനി അടുത്തതായിട്ട് വേണ്ടത് നമുക്ക് കുറച്ച് തേങ്ങാ വെള്ളമാണ്. ഞാനിവിടെ കരിക്കിൻ്റെ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങളുടെ കയ്യിൽ കരിക്കിൻ്റെ വെള്ളമില്ല എങ്കിൽ സാധാ തേങ്ങാ വെള്ളം എടുത്താലും മതിയാകും. ഇനി ഇതിലേക്ക് നമുക്ക് 1.5 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് പുളിക്കാനായിട്ട് മാറ്റി വെക്കാം. ഞാനിവിടെ അരി കുതിർക്കാൻ വെച്ച അതേ ടൈമിൽ തന്നെയാണ് നമ്മൾ തേങ്ങാ വെള്ളത്തിൽ പഞ്ചസാരയും ചേർത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അരി അരയ്ക്കുമ്പോഴത്തേനും നമ്മുടെ ഈ തേങ്ങാ വെള്ളം അല്പം ഒന്ന് പുളിച്ച് കിട്ടും. ഇപ്പോഴിതാ അരി നന്നായിട്ട് തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഈ തേങ്ങാ വെള്ളവും അത്യാവശ്യം ഒന്ന് പുളിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. അതിനായിട്ട് നമുക്ക് ഈ അരിയിൽ നിന്നും പകുതി എടുത്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാ വെള്ളത്തിൻ്റെ പകുതിയും അതുപോലെ ബാക്കി കുറച്ച് പച്ചവെള്ളവും കൂടി ഒഴിച്ച് നമുക്കിത് നന്നായിട്ട് ഒട്ടും തന്നെ തരിയില്ലാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. മാവുത ഞാൻ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ മാവിൽ നിന്നും നമുക്കൊരു 3 ടേബിൾ സ്പൂൺ മാവ് ഈ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതൊന്ന് കപ്പ് കാച്ചിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ അരിമാവിലേക്ക് നമുക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടുപ്പിൽ വെച്ച് നമുക്കൊന്ന് കുറുക്കിയെടുക്കാം. ഇപ്പോഴീ മാവ് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കൈ എടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കാം. മാവ് ഞാൻ നന്നായിട്ട് തന്നെ കപ്പ് കാച്ചി എടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ അടിക്കൊന്നും പിടിച്ചിട്ടില്ല. ഇനി ഇത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ നന്നായിട്ട് തന്നെ തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള അരിയും കൂടെ അരച്ചെടുക്കാം. അതിനായിട്ട് ബാക്കിയുള്ള അരി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇത് അത്യാവശ്യം ഇളം കരിക്ക് തേങ്ങ എടുക്കുന്നതാണ് നമുക്ക് ഈ അപ്പത്തിന് എപ്പോഴും ടേസ്റ്റ് കിട്ടുക. അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ബാക്കിയുള്ള തേങ്ങാ വെള്ളവും കുറച്ച് സാദാ വെള്ളവും കൂടി ഒഴിച്ച് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം. മാവിത ഞാൻ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആ കപ്പ് കാച്ചിയതും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഇതൊന്നും കൂടി ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അരച്ചെടുത്ത ഈ മാവും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊരു സ്പൂൺ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് വെള്ളം ആവശ്യമാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോഴീ മാവ് അല്പം തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ അല്പം വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് കൈ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് അടച്ച് വെച്ച് ഈ മാവ് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഒരു 10 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഞാനിത് തലേ ദിവസമാണ് അരച്ച് വെക്കുന്നത്. അതുകൊണ്ട് നമുക്ക് രാവിലെ അപ്പം ചുട്ടെടുക്കാം. ഇപ്പോഴിതാ രാവിലെ ആയിട്ടുണ്ട്. മാവ് നന്നായിട്ട് തന്നെ പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു തവി ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് സാധാരണ അപ്പം ചുട്ടെടുക്കുന്നത് പോലെയൊന്ന് ചുട്ടെടുക്കാം. അതിനായിട്ട് അപ്പച്ചട്ടി ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓരോ തവി മാവൊഴിച്ച് ചുറ്റിച്ച് അപ്പം ചുട്ടെടുക്കാം. ഇപ്പോഴിതാ അപ്പം തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എടുത്തു മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം.
അപ്പം ചുട്ടെടുക്കുന്ന ആ സമയം കൊണ്ട് തന്നെ നമുക്കിതിലേക്ക് വേണ്ടുന്ന ഒരു പൊടിച്ചമ്മന്തി തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു അരമുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു 5 6 ചെറിയുള്ളി, ഒരു 2 തണ്ട് കറിവേപ്പില, ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതെല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പില കൂടി ഊരിയിടുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. ഒരുപാട് അങ്ങ് അരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതിയാകും. ഇനി ഈ ചമ്മന്തി ഒന്ന് കടുക് പൊട്ടിക്കണം. നമ്മളുടെ ചമ്മന്തിയൊക്കെ ചതച്ചെടുത്ത സമയം കൊണ്ട് തന്നെ നമ്മളുടെ അപ്പങ്ങളെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചീനിച്ചട്ടിയിലേക്ക് തന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ കടുകും ഒരു വറ്റൽമുളകും കൂടെ മുറിച്ചിട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ചമ്മന്തി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് ഇളക്കി ഒന്ന് അടച്ച് വെച്ച് ഒന്ന് ആവി കയറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോഴിതാ നമ്മളുടെ ഈ ചമ്മന്തി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതിന് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഈസ്റ്റും അപ്പക്കാരും ഒന്നും ചേർക്കാതെ തന്നെ നല്ല സോഫ്റ്റായിട്ടുള്ള പാലപ്പവും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോ വരുന്നവരെ താങ്ക്